Hello, welcome back to another video of X and Y Learning. X and Yയുടെ USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ സീരീസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസുമായിട്ടാണ് ഷദീദ് സാർ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസിന് USSന് ചോദിക്കാനുള്ള സാധ്യതയുള്ള ചോദ്യങ്ങളിലൂടെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കടന്നു പോവുക. അപ്പം എന്നും പറയാറുള്ളത് പോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ 7th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ലിങ്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസ് ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ സയൻസിന് മുൻ വർഷങ്ങൾ വരാറുള്ള ചോദ്യങ്ങളും അതേപോലെ വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുമാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ ചോദ്യം രൂപത്തിലാണ് സാർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്കും ചോദ്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടന്നാലോ? അപ്പം റെഡിയല്ലേ? ആർ യു റെഡി? യെസ്, എല്ലാവരും റെഡി ആണല്ലേ? റെഡി ആണെന്നുണ്ടെങ്കിൽ നോട്ട്ബുക്കും പെന്നുമായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. നമ്മൾ ആദ്യത്തെ ചോദ്യം നോക്കുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് എന്നാണ്? When the National Education Policy was approved by the central government. 2020 വിദ്യാഭ്യാസ നയം അംഗീകരിച്ചത് എന്നാന്നുള്ളതാണ് ചോദ്യം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ ഇത് ഈ ഒരു ചോദ്യം കാണുമ്പോൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടാണ്. ആ ഒരു വർഷത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ പത്രങ്ങളിൽ സ്ഥിരമായിട്ട് വന്നിട്ടുള്ള കാര്യമായിരുന്നു. അപ്പം കഴിഞ്ഞ വീഡിയോകളിലൊക്കെ സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എക്സ് ആൻഡ് വൈയുടെ USSന് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾ പത്രവായന ഒരു ശീലമാക്കിയിരിക്കണം. പത്രങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നോട്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ പത്രവായന കൃത്യമാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം സമകാലികമായിട്ട് നടക്കുന്ന സംഗതികളൊക്കെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അത് പരീക്ഷയ്ക്ക് എഴുതിയിട്ട് മാർക്ക് വാങ്ങാനും സാധിക്കുകയുള്ളൂ. അപ്പം ആ രൂപത്തിലുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 എഡ്യൂക്കേഷണൽ പോളിസി, NEP എന്നാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയാറുള്ളത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അത് 2020 കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ എ 2020 ജൂലൈ 29-നാണോ? ഓപ്ഷൻ ബി 2020 ഓഗസ്റ്റ് 29-നാണോ? ഓപ്ഷൻ സി 2020 സെപ്റ്റംബർ 29-നാണോ? അതോ ഓപ്ഷൻ ഡി 2020 ഒക്ടോബർ 29-നാണോ? ഓക്കെ, അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഉണ്ട്, 2020 കൊടുത്തിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ നോക്കിയാലോ? യെസ്, ജൂലൈ 29, 2020 ജൂലൈ 29-നാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഗവൺമെൻറ് സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ഒരു ചോദ്യം ഓർത്തിനേക്കാളും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ സമകാലിക സാഹചര്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാമിന് മുന്നേ ഒരു മാസം മുന്നേ ഉള്ള സംഗതികൾ രണ്ടും ആ ഒരു എക്സാമിൻ്റെ ഒരു 3 മാസം സർക്കിളിൽ നടക്കുന്ന സംഗതികളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഡിസംബർ ജനുവരിയിൽ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. ഫെബ്രുവരിയിലുള്ള ആദ്യത്തെ 10 ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, എക്സാമിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കണം. അടുത്തൊരു ചോദ്യമാണ്, കേരളത്തിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് ജില്ല ഏതാണ്? എ പത്തനംതിട്ടയുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്, മലപ്പുറം ഉണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം കൊറോണ നടന്ന സമയത്ത് അന്ന് അത് എന്താണ്, ഒരു കറണ്ട് അഫെയർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ, അപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ എക്സാമിന് വരാൻ സാധ്യതകൾ ഏറെയാണെന്നുള്ളതാണ് ഈ ഒരു ചോദ്യം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏതാണെന്നുള്ളതാണ് ചോദ്യം. പത്തനംതിട്ടയാണോ, തൃശ്ശൂരാണോ, കോഴിക്കോടാണോ, മലപ്പുറമാണോ? യെസ്, പലരും കോഴിക്കോടും മലപ്പുറം ഒക്കെ പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിലാണ്, അത് വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകളായിരുന്നു, അവരിലാണ് ആദ്യമായിട്ട് കൊറോണ സ്ഥിരീകരിച്ചത്. എന്നാൽ ഇതേപോലെ കൊറോണ പോലെ മറ്റൊരു വൈറസ് ഉണ്ടായിരുന്നല്ലോ, നിപ്പ വൈറസ് ഉണ്ടായിരുന്നു അല്ലേ. നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് എവിടെയാണ്? അതാണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ കോഴിക്കോടാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സ്ഥിരീകരിച്ചതെന്നുണ്ടെങ്കിൽ 2001, 2007 കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബംഗാളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ നിപ്പ വൈറസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലാണ് പിന്നീട് 2018 വലിയ നിപ്പ ഔട്ട്ബ്രേക്ക് നടക്കുന്നത്. അത് കോഴിക്കോടാണ് അല്ലേ. കോഴിക്കോട് ജില്ലയിലാണ് വവ്വാലിൽ നിന്നുള്ള അന്നത്തെ നിങ്ങൾക്കറിയാലോ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ നിപ്പയുടെ ഭാഗമായിട്ട് കോഴിക്കോടൊക്കെ പല ഭാഗങ്ങളും അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചോദ്യം നിപ്പ വൈറസ് അല്ല, സാന്ദർഭികമായിട്ട് നിപ്പ നിങ്ങളോട് സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ ചോദ്യം കേരളത്തിൽ ആദ്യമായിട്ട് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏതാന്നുള്ളതാണ്. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തൃശ്ശൂർ എന്നുള്ളതാണ്. തൃശ്ശൂർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ആ ഒരു ചോദ്യം മറക്കരുത്, കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ചോദ്യമാണ്, ചിത്രത്തിൽ കാണുന്ന ഇന്ത്യയുടെ 200 രൂപ കറൻസിയിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചരിത്ര സ്മാരകം ഏത്?
which historical monument is engraved in the 200 rupee currency of ഇന്ത്യ ആ സീൻ ഇൻ ദ പിക്ചർ. അപ്പോൾ ചിത്രത്തിൽ 200 രൂപ നോട്ടുണ്ട്, അതിൻ്റെ പിൻവശം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഏതാണ്, ഇത് ഏത് ചരിത്ര സ്മാരകമാണെന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഇത് റെഡ് ഫോർട്ട് ആണോ, അഥവാ ചെങ്കോട്ടയാണോ, അല്ല റാണി കവാവാണോ, ഹംപി ആണോ, സാഞ്ചി സ്തൂപാണോ എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചില്ല. അപ്പോൾ ഈ ചിത്രം കണ്ടാൽ മനസ്സിലാവൂലേ, മനസ്സിലാവണം നിങ്ങൾക്ക്. ഇത് സാഞ്ചി സ്തൂപമാണ്. സാഞ്ചി സ്തൂപാണ് 200 രൂപ നോട്ടിൻ്റെ പിന്നിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിലും സാറ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അന്നും സാറ് നിങ്ങൾക്ക് ഓരോ നോട്ടിന് പിന്നിലെയും ഇത്തരത്തിലുള്ള ഓരോ സംഗതികളും അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിത്രം എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, സാർ എന്നാലും പറഞ്ഞുതരാം. 200 രൂപ നോട്ടിന് പിന്നിൽ സാഞ്ചി സ്തൂപാണ് അല്ലേ. ഇത് 10 രൂപ നോട്ടാണ്. 10 രൂപ നോട്ടിൻ്റെ പിന്നിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രം, സൺ ടെമ്പിൾ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് 10 രൂപ നോട്ടിന് പിന്നിലുള്ളത്. 500 രൂപ നോട്ടിന് പിന്നിലുള്ളത് ഡൽഹിയിലെ ചെങ്കോട്ടയാണ്, റെഡ് ഫോർട്ട് ചെങ്കോട്ടയാണ് 500 രൂപ നോട്ടിന് പിന്നിലുള്ളത്. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 രൂപ നോട്ടാണ്. 20 രൂപ നോട്ടിന് പിന്നിലുള്ളത് എല്ലോറ ഗുഹകളാണ്. ഏതാണ്? എല്ലോറ കേവ്സ്, എല്ലോറ ഗുഹകളാണ് 20 രൂപ നോട്ടിന് പിന്നിലുള്ളത്. 50 രൂപ നോട്ടിന് പിന്നിലുള്ള ഈ ഒരു ചിത്രം, ഇത് ഹംപിയുടെ ചിത്രമാണ്. ഏതാണ്? ഹംപിയാണ് 50 രൂപ നോട്ടിന് പിന്നിലുള്ളത്. ഹംപിയാണ് 20 രൂപ നോട്ടിന് പിന്നിലുള്ളത്. 2000 രൂപ നോട്ടിന് പിന്നിലുള്ള ചിത്രം മംഗൾയാൻ്റെതാണ്. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ്റെ ചിത്രമാണ്. 2000 രൂപ. 50 രൂപ ഹംപിയാണ്, 2000 മംഗൾയാനാണ്, 20 രൂപയിലെ എല്ലോറ ഗുഹകളാണ്, 200 രൂപയിലെ സാഞ്ചി സ്തൂപമാണ്, 10 രൂപ നോട്ടിലെ സൺ ടെമ്പിൾ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. അതോടൊപ്പം തന്നെ 500 രൂപ നോട്ടിന് പിന്നിൽ ചെങ്കോട്ടയാണ്, ഡൽഹിയിലെ ചെങ്കോട്ട, റെഡ് ഫോർട്ടാണ്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കാൻ മുന്നുള്ള ഒരു വീഡിയോയിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു ചോദ്യം, കേരളത്തിൽ 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏതാണ്? 99-ലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏതാണ്? ഓപ്ഷൻ എ 1924 കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി 1934 കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സി 1944 കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി 1954. 10 വർഷം വിട്ടു കൊടുത്തിട്ടുണ്ട്. 24, 34, 4 വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 4 വർഷങ്ങളിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 99th ഫ്ലഡ് അല്ലേ, 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ 1999 ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പലരും അത് എന്ത് ചെയ്യും, മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. പക്ഷെ ഇവിടെ 1999 ഓപ്ഷനിൽ ഇല്ല. ഇനി 1999 ഓപ്ഷനിൽ ഉണ്ടെങ്കിലും അതും അല്ല കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? 1924, 1924 എന്നുള്ളതാണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1924 എന്ന് പറയാനുള്ള കാരണം 1099 കൊല്ലവർഷം. നിങ്ങൾ കൊല്ലവർഷം എന്ന് കേട്ടിട്ടുണ്ടോ? മലയാള കലണ്ടറിലെ വർഷത്തിനാണ് നമ്മൾ കൊല്ലവർഷം എന്ന് പറയാറുള്ളത്. അങ്ങനെ കൊല്ലവർഷം 1999 കൊല്ലവർഷം 99-ലാണ് എന്ത് ചെയ്യണത്, അങ്ങനെ നടക്കുന്നത്, ഈ ഒരു ഇത് നടക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് 99-ലെ വെള്ളപ്പൊക്കം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പക്ഷെ അത് നടന്നത് 1924-ലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സംഗതി നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം കൊല്ലവർഷം 1999 നടന്നത് കൊണ്ടാണ് എന്ത് ചെയ്യണത്, അത് 99-ലെ വെള്ളപ്പൊക്കം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ചോദ്യം, ഇതൊരു കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആ വർഷം പ്രളയം നടന്നിരുന്ന വർഷമായിരുന്നു 2018. 2018 സമയത്ത് പത്രത്തിലൊക്കെ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകളും കാര്യങ്ങളൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പത്രം പോയിരുന്നവർക്ക് ഈ ഒരു ആൻസർ കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയായിരുന്നു. അപ്പം പത്രം വായിക്കണം എന്നുള്ള കാര്യം സാറ് വീണ്ടും സ്ട്രെസ് ചെയ്യാണ്. ഇന്ന് അടുത്തൊരു ചോദ്യത്തിലും കൂടി നോക്കിയാലോ. ചിത്രത്തിൽ കാണുന്ന വ്യക്തികൾ തമ്മിലുള്ള പൊതു സവിശേഷത എന്ത് എന്നുള്ളതാണ് ചോദ്യം. ചിത്രത്തിൽ കാണുന്ന വ്യക്തികൾ തമ്മിലുള്ള പൊതു സവിശേഷത എന്ത്? ചിത്രത്തിൽ 3 ആളുകളുടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇവർ കേരളത്തിലെ ഗവർണർമാരായിരുന്നോ, കേരളത്തിലെ സ്പീക്കർമാരായിരുന്നോ, കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്നോ, കേരളത്തിലെ മുഖ്യമന്ത്രിമാരായിരുന്നോ? ഇനി ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് ദ കോമൺ ഫീച്ചർ ബിറ്റ്വീൻ ദ പേഴ്സൺസ് ഷോൺ ഇൻ ദ പിക്ചർ? ഗവർണേഴ്സ് ഓഫ് കേരള, സ്പീക്കേഴ്സ് ഇൻ കേരള, മെമ്പേഴ്സ് ഓഫ് ദ ഫസ്റ്റ് ക്യാബിനറ്റ് ഇൻ കേരള, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കേരള. അപ്പം സ്വാഭാവികമായിട്ടും ഈ 3 ചിത്രങ്ങൾ, ഈ 2 ആളുകളുടെ ചിത്രവും ഇതൊക്കെ ഒന്ന് ഗസ് ചെയ്തിട്ട് പലരും ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കേരള എന്ന് എഴുതാനാണല്ലേ സാധ്യത. കാരണം ഈ ചിത്രത്തിലുള്ള ആരാണ്? ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് ആരാണ്? ഇത് EMS നമ്പൂതിരിപ്പാടാണ്, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് സി അച്യുതൻ മേനോനാണ്. അദ്ദേഹവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. മൂന്നാമത്തെ ചിത്രത്തിൽ കാണുമ്പോൾ ചിലർ വിചാരിക്കും EK നായനാറിനെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഇത് EK നായനാർ ആണോ, ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അല്ലാന്ന് മനസ്സിലാവും. പക്ഷെ ആണോന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, പലരും
ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കേരള എന്നുള്ള 4ാമത്തെ ഓപ്ഷൻ ടിക്ക് ചെയ്യാൻ നോക്കും. പക്ഷേ ഇത് EK നായനാർ അല്ല, ഇത് VK കൃഷ്ണയ്യറാണ്. കൃഷ്ണയ്യറാണ്. അദ്ദേഹമാണ് ഇറിഗേഷൻ, അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ നിയമമന്ത്രിയും ഇറിഗേഷൻ, വൈദ്യുതി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കൃഷ്ണയ്യരാണിത്. അപ്പോൾ ഇവർ 3 പേരും കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. EMS നമ്പൂതിരിപ്പാടും C അച്യുതമേനോനും അതോടൊപ്പം തന്നെ കൃഷ്ണയ്യരും. ഇദ്ദേഹം പിന്നീട് ഉയർന്ന പദവികളിലൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ഇവർ 3 പേരും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്നു. ഇതിൽ ആദ്യത്തെ 2 പേര് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു, ഇദ്ദേഹം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, മുഖ്യമന്ത്രിയായിട്ട് മാറുന്നുണ്ട്. അപ്പം ഓപ്ഷൻ C ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം ഇങ്ങനെ ചിത്രങ്ങളൊക്കെ ചോദിച്ചിട്ട് എക്സാമിന് എന്ത് ചെയ്യാനുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ചിത്രങ്ങളൊക്കെ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിലുള്ള പല ചിത്രങ്ങളും മാപ്പുകൾ കാര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്യും, എക്സാമിന് വരും. അപ്പോൾ വള്ളിപ്പുള്ളി വിടാതെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കറക്റ്റായിട്ട് അറിയുമെന്നുണ്ടെങ്കിൽ വേറെ നിങ്ങൾ പുറത്തുനിന്നുള്ളതൊന്നും കാര്യമായിട്ട് നോക്കണ്ട, പത്രം മാത്രം കറക്റ്റായിട്ട് വായിച്ചാൽ മതി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ ഇനിയിപ്പോൾ പത്രം വായിക്കാനും നിങ്ങൾക്ക് ആ ഒരു ശീലം നിങ്ങൾക്ക് വേണം. അഥവാ ഇനി നിങ്ങൾക്ക് അതിന് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള പത്രം നിങ്ങൾ വായിക്കണം, പക്ഷേ അത് പഠിച്ചു വെക്കാനുള്ള സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മിനിമം എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കെങ്കിലും മിനിമം കറക്റ്റായിട്ട് വായിച്ചിരിക്കണം. വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ഫുൾ മാർക്കും നിങ്ങളുടെ XY USSൽ സോഷ്യൽ സയൻസിൽ വാങ്ങാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ മുഴുവൻ മാർക്കും വാങ്ങിച്ചു തരിക എന്നുള്ളതാണ് ഷെദീദ് സാറിൻ്റെ ആഗ്രഹം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഷെദീദ് സാർ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ കറക്റ്റായിട്ട് ആ ഭാഗത്തു നിന്ന് ഈ ഒരു സാറ് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു പോർഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി പോവുകയാണെങ്കിൽ, അത് കറക്റ്റായിട്ട് എഴുതി വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ USS നിങ്ങൾക്കുള്ളതാണ്, XY മക്കൾക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങി നിൽക്കുക. ഇനിയും അടുത്തൊരു വീഡിയോയിലൂടെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കുട്ടികളെ ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്കും നമ്മുടെ USSന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. അവരോടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.